സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. SSCRT പുതിയ പാഠപുസ്തകത്തിൽ നിന്നുമുള്ള അധ്യായമാണ്. അധ്യായം 5, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഈ ഒരു അധ്യായം കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ പരീക്ഷകളിലും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കുവാൻ കഴിയുകയില്ല. ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളാണ് ഇവ. 1949 നവംബർ 25 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പ്രസംഗിച്ച ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളാണ് ഇവ. ആദ്യത്തെ സെന്റൻസ് നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത് ആരുടെ വാക്കുകളാണ് എന്ന്. ഡോക്ടർ BR അംബേദ്കർ, 1949 നവംബർ 25. അടുത്തത് 1946 ഡിസംബർ 6 ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വന്നത്. പോയിന്റ് നോട്ട് ചെയ്യുക. 1946 ഡിസംബർ 6 ഭരണഘടന നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഇനി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. എത്രയാണ്? 3. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണ വേളയിൽ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അത് 299 പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അപ്പൊ ഇതിലെ പോയിന്റ്സ്: നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6, അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 3 ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. നിർമ്മാണ സഭയുടെ രൂപീകരണ വേളയിൽ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം അത് 299. അടുത്തത് മനുഷ്യർ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായ മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. അടുത്തതായിട്ട് നോക്കേണ്ടത് മനുഷ്യാവകാശങ്ങളുടെ നാൾവഴി. മഗ്ന കാർട്ട ഏത് വർഷമാണ്? 1215. നോട്ട് ചെയ്യണം, 1215. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് 1215 മഗ്ന കാർട്ട. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ 1215 മഗ്ന കാർട്ട. ഇനി ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മഗ്ന കാർട്ട. എവിടെയാണ്? ബ്രിട്ടനിൽ. വലിയ പ്രമാണം. മഗ്ന കാർട്ട എന്നതിന്റെ അർത്ഥം എന്താണ്? വലിയ പ്രമാണം എന്നതാണ് ഇതിന്റെ അർത്ഥം. രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിനധീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെക്കുകയായിരുന്നു. 1215 മഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചതാരാണ്? ജോൺ രാജാവ്. ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവ്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. ഏതൊക്കെയാണ്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സും ബിൽ ഓഫ് റൈറ്റ്സും ഇത് മഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അപ്പൊ ഇതില് വർഷം ഓർക്കണം, 1215 ഒപ്പുവെച്ചത് ജോൺ രാജാവാണെന്ന്, ഇംഗ്ലണ്ടിലെ ഭരണാധികാരി. മഗ്ന കാർട്ട എന്നതിന്റെ അർത്ഥം വലിയ പ്രമാണം എന്നതാണ്. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്. ഇത്രയും പോയിന്റ്സ് ഓർക്കാം. ഇനി
അമേരിക്കൻ അവകാശ പത്രിക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരുവാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അമേരിക്കൻ അവകാശ പത്രിക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് 1789. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശരേഖ ഏതാണ്? അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശരേഖ 1789. ഇനി ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ദ സിറ്റിസൺ 1789. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം. അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശിക മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948. എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, വർഷം 1948. അടുത്തതായിട്ട് ഇവിടെ തന്നിരിക്കുന്നു ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം, ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ഓഫ് ദി സിറ്റിസൺ. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരന്മാർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരന്മാർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നു. ഏതാണ്? മനുഷ്യാവകാശ പ്രഖ്യാപനം, ഫ്രാൻസില്. അടുത്തതായിട്ട് ഇവിടെ പറയുന്നത് മൗലിക അവകാശങ്ങളുടെ നമ്മുടെ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് എന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങൾ ഉണ്ട്. അവ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് അതിൽ പ്രധാനം. സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ്. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലിക അവകാശങ്ങളുടെ നാൾ വഴിയ അവകാശ രേഖകളും നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച ഘടകങ്ങളാണ് നോക്കിയത്. ഇനി ഭരണഘടനാ ദിനം, ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. നവംബർ 26 ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു. ഭരണഘടനാ ദിനം എന്നാണ് നവംബർ 26. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് എന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനം ആയിട്ട് ആചരിക്കുന്നത്. അടുത്തത് സ്ഥിരം വരുന്നൊരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മൗലിക അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഭാഗം 3 മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി സാധാരണയായിട്ട് നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് എന്താണ്? ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഭരണഘടന. ഇനി സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി.
നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശം ഏതാണ്? സമത്വത്തിനുള്ള അവകാശമാണ്. ഈ അവകാശപ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനന സ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഇതോടൊപ്പം ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനവും ഉറപ്പു നൽകുന്നു. പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശ പ്രകാരം ഉറപ്പുവരുത്തുന്നു. ഇതൊന്ന് ഓർത്തു വയ്ക്കണേ, ഈ പോയിന്റ് നോട്ട് ചെയ്തോ. പൊതുജോലികളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, ഇതെല്ലാം ഏത് അവകാശത്തിലാണ് വരുന്നത്? സമത്വത്തിനുള്ള അവകാശത്തിലാണ്. സമത്വത്തിനുള്ള അവകാശത്തിൽ വരുന്നവയാണ് ഇവ. പൊതുജോലികളിൽ അവസര സമത്വം, തൊട്ടുകൂടായ്മ നിരോധനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക. അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ പ്രതിഫലിക്കുന്നത്. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇതുപ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ താഴെ പറയുന്നവയാണ്. സ്വാതന്ത്ര്യത്തിനുള്ളത് അവകാശങ്ങൾ എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത്? 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളാണ്. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവ ഏർപ്പെടുത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇതെല്ലാം എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന് കീഴിൽ വരുന്നവയാണ്. ഇവ കൂടാതെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും പ്രതിപാദിക്കുന്നത് 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിലാണ്. അടുത്തത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2009. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2009. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇതങ്ങനെ തന്നെ പഠിക്കണം. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇത് പ്രകാരം വന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21A ആണ്. അനുച്ഛേദം 21A ആണ്. 2009 വിദ്യാഭ്യാസം അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. അപ്പോൾ 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തെ പാർലമെന്റ് അംഗീകരിച്ചു. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമാണ്? 2010 ഏപ്രിലാണ്. ഇത് പ്രകാരം എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ളവർക്കാണ് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കിയത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ളവർക്കാണ്. ഈ വയസ്സും ഓർത്ത് വയ്ക്കണം, മാറ്റിത്തരം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ഉള്ളവർക്കാണ്. 21 ആർട്ടിക്കിള് 2010 ഏപ്രിൽ 6 മുതൽ 14 വയസ്സ് വരെ 86 ഭരണഘടന ഭേദഗതി. അടുത്തത് ചൂഷണത്തിനെതിരായ അവകാശം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണത്തിനെതിരായ അവകാശം. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുന്നതാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്.
ഇനി ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അനുച്ഛേദം 23 അനുച്ഛേദം 23. ഇനി അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ മറ്റു വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നു. അപ്പം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്ന അനുച്ഛേദം ഏത് എന്ന് ചോദിച്ചാൽ അനുച്ഛേദം ഏതാണ്? 24 അനുച്ഛേദം 24. അനുച്ഛേദം 23 24 നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നു. ഈ അവകാശം അവരവരുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. അടുത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ. മതപരവും ഭാഷാപരവും സാംസ്കാരികപരവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിന്റെ സവിശേഷതകളാണ്. മതപരം, സാംസ്കാരികം, ന്യൂനപക്ഷം. രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ. ഇതുപ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തിക്കുന്നതിനുമുള്ള അവകാശമുണ്ട്. ഈ പോയിന്റ് നോട്ട് ചെയ്യുക. അടുത്തത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മേൽപ്പറഞ്ഞ മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികളെയും സമീപിക്കാവുന്നതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും റിട്ടുകളിലൂടെയാണ് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. റിട്ടുകളിലൂടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് ഈ അവകാശമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ്. ഇനി ഈ 2 പോയിന്റ്സും കൂടി നോട്ട് ചെയ്ത് വയ്ക്കാം. അനുച്ഛേദം 32 പ്രകാരം എന്താണ്? സുപ്രീം കോടതിയെയും അതുപോലെ അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതിയെയും സമീപിക്കാം. എന്തിനാണ്? മൗലികാവകാശങ്ങൾക്ക് സ്ഥാപിച്ച് കിട്ടുന്നതിന്. ഇനി സുപ്രീം കോടതികളും ഹൈക്കോടതികളും എന്തിലൂടെയാണ് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്? റിട്ടുകളിലൂടെയാണ്. അടുത്തത് മൗലിക അവകാശങ്ങൾ. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം. 6 മൗലിക അവകാശങ്ങൾ. ഇനി ഇതിൽ ആർട്ടിക്കിൾ ഏതൊക്കെയാണ് എന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. ചൂഷണത്തിനെതിരായ അവകാശം എന്ന് പറയുന്നത് അവകാശം 23, 24 ആണ്.
മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ 29, 30. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് അനുച്ഛേദം 32. ഈ മൗലിക അവകാശങ്ങൾ അതിനോടൊപ്പം തന്നെ ഓരോ അവകാശങ്ങളും ഏതെല്ലാം ആർട്ടിക്കിളുകളിലാണ് എന്നതും കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. സ്ഥിരം ക്വസ്റ്റ്യൻ ചോദ്യം വരുന്നതാണ് ഈ ഭാഗത്ത് നിന്നും. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് റിട്ടുകളെ കുറിച്ചാണ്. റിട്ടുകൾ 5 റിട്ടുകളാണ് ഉള്ളത്. അവ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, കോവറാൻഡോ, സെർഷ്യോററി. 5 റിട്ടുകൾ. അവ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രോഹിബിഷൻ, കോവറാൻഡോ, സെർഷ്യോററി. ഇനി ഹേബിയസ് കോർപ്പസ് എന്താണ്? അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് എന്നത്. അന്യായമായിട്ട് തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇനി മാൻഡമസ് എന്താണ്? ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. ഇനി പ്രോഹിബിഷൻ എന്താണ്? തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവാണ് പ്രോഹിബിഷൻ. കോവറാൻഡോ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോവറാൻഡോ. സെർഷ്യോററി ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസ് മേൽക്കോടതിക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള ഉത്തരവാണ് സെർഷ്യോററി. അടുത്തത് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ്. നിർദ്ദേശക തത്വങ്ങൾ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. ക്ഷേമരാഷ്ട്രം ഈ വാക്കോർക്കാം. മൗലിക അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കുവാൻ കഴിയുന്നതല്ല. മൗലിക അവകാശങ്ങൾ നമുക്ക് കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാം. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കാൻ സാധിക്കുന്നതല്ല. അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾക്ക് പരിഗണന നൽകേണ്ടതുണ്ട്. ഭരണഘടനയുടെ ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭാഗം 4 അനുച്ഛേദം 36 മുതൽ 51 വരെ. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. അനുച്ഛേദം 36 മുതൽ 51 വരെ. ഭരണ നിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇവ. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലുമെല്ലാം സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിലുള്ളത്. രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ 3 തിരിക്കാം. അപ്പം നിർദ്ദേശക തത്വങ്ങൾ എത്രയായിട്ടാണ് തിരിക്കുന്നത്? 3 ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. ഉദാര ആശയങ്ങൾ എന്തൊക്കെയാണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരന്മാർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യൽ, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. ഇനി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഏതൊക്കെയാണ്? തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക.
ഇനി ഗാന്ധിയൻ ആശയങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും, ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. നിർദ്ദേശക തത്വങ്ങളിൽ ഉദാരാശയങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഗാന്ധിയൻ ആശയങ്ങളുമാണ് വരുന്നത്. അവയേതെല്ലാം എന്നും നമ്മൾ നോക്കി. ഇനി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന മൗലിക അവകാശങ്ങളും രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. മൗലിക അവകാശങ്ങൾ ഗവൺമെന്റ് അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു. മൗലിക അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാൻ സാധിക്കും. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ സാധിക്കുകയില്ല. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനായി സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതുമാണ്. നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കും എന്ത്? നിർദ്ദേശക തത്വങ്ങളിലെ ഭേദഗതികൾ. എന്നാൽ മൗലിക അവകാശങ്ങളിലോ ഭേദഗതി വരുത്താനായിട്ട് സങ്കീർണമായ നടപടിക്രമങ്ങളാണ് ഉള്ളത്. ജനാധിപത്യ പ്രക്രിയയിലും മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുമ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. ഇനി നിർദ്ദേശക തത്വങ്ങൾ പ്രയോഗത്തിൽ. സാമൂഹിക സാമ്പത്തിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസൃതം നിർദ്ദേശങ്ങൾ പലതും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 1993 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലൂടെ നടപ്പിലാക്കപ്പെട്ടത്. പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ 1993. ഉദാരാശയമായ സൗജന്യ വിദ്യാഭ്യാസമാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലൂടെ നടപ്പാക്കിയിട്ടുള്ളത്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമവും ഉദാര ആശയത്തിന്റെ പ്രതിഫലനമാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986. 1976 തുല്യവേതന നിയമം 1976. സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം പ്രാവർത്തികമാക്കുന്നതിനായിട്ട് നടപ്പിലാക്കിയതാണ്. അടുത്തത് മൗലിക കർത്തവ്യങ്ങൾ. ഓരോരുത്തർക്കും ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയമമായ ചുമതലകളും ഉണ്ടെന്നാണ്. ഇതാരുടെ വാക്കുകളാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ വാക്കുകളാണ്. എന്താണ്? ഓരോരുത്തരും ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇത്. ഇനി പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി 1976 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായിട്ട് നിയോഗിച്ച കമ്മിറ്റിയാണ് 1976 സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റി. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം 4A ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അതുപ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റി ഓർക്കുക, 1976 മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ്. ഇനി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചിട്ട് 1976
എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ട് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അതേതാണ്? 4A ആണ്. 4A. ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി തീർന്നത്. 51A പ്രത്യേകം നോട്ട് ചെയ്യുക. പൗരർ എന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക, രാജ്യം ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം അനുഷ്ഠിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക തുടങ്ങിയ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്ന ആശയങ്ങളാണ്. എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിച്ചിരിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെന്ന് ബോധ്യപ്പെടുത്തുന്നവയാണിവ. 11 ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങളായിട്ട് ഭരണഘടനയിൽ ഉൾച്ചേർത്തിട്ടിരിക്കുന്നത്. അപ്പം എത്ര മൗലിക കർത്തവ്യങ്ങളാണുള്ളത്? 11 മൗലിക കർത്തവ്യങ്ങളും 6 മൗലിക അവകാശങ്ങളും. മൗലിക കർത്തവ്യങ്ങളിൽ ചിലത് ധാർമ്മികമായും മറ്റു ചിലത് പൗരധർമ്മപരവുമായതുമാണ്. പൗരർ മൗലിക അവകാശങ്ങൾ അനുഭവിക്കുമ്പോൾ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചുകൂടി ബോധമുള്ളവരാകണമെന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അധ്യായത്തിലൂടെ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും തീർച്ചയായിട്ടും എല്ലാ പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. തീർച്ചയായിട്ടും റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്